ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവൻ ഇബലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. ലൂസിഫർ, എമ്പുരാൻ, അസ്രായേൽ. ആരാണ് അസ്രായേൽ? ഇതറിയണമെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഇറങ്ങിയ 2 സിനിമയുടെയും ടൈറ്റിലിനെ ഡീകോഡ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് ആദ്യം ലൂസിഫറിനെ പറയാം. ലൂസിഫർ എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ അതൊരു ഫോളൻ ഏഞ്ചലാണ്. ദൈവത്തിനെതിരെ പോവുകയും ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നിട്ട് കൂടിയും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടത്തിലേക്ക് പുറംതള്ളപ്പെട്ടവൻ. ഒന്ന് ആലോചിച്ചാൽ ഇതുതന്നെയാണ് ആ ലൂസിഫർ സിനിമയുടെ കഥയും. അതിൽ ദൈവത്തിനെതിരായിട്ടൊന്നും പോകുന്നില്ല, പക്ഷേ ആ ഒരു പൊളിറ്റിക്കൽ കറപ്ഷനെതിരെയായിട്ടാണ് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി പോരാടുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടുന്നും പുറംതള്ളപ്പെട്ടവനായിരുന്നു നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി. സോ ഈ 2 സിനിമയും ഈ ഒരു പേരും നല്ല മാച്ചായിട്ട് പോകുന്നുണ്ട്. അതേ കോൺസെപ്റ്റ് തന്നെയാണ് എമ്പുരാൻ സിനിമയിലും വരുന്നത്. എമ്പുരാൻ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ രാജാവിൻ്റെ മുകളിൽ പക്ഷേ ദൈവത്തിൻ്റെ താഴെ. നമുക്കത് തന്നെയാണ് എമ്പുരാൻ സിനിമയിലും കാണാൻ സാധിക്കുന്നത്. എമ്പുരാനിൽ PKRനെ നമ്മൾ ദൈവമായിട്ടാണ് കാണിക്കുന്നത്. രാജാവിൻ്റെ മുകളിലെന്ന് പറയുമ്പോൾ അവിടുത്തെ മന്ത്രി, അതായത് ജതിൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ, അവരെക്കാളൊക്കെ മുകളിലാണ് എന്തായാലും സ്റ്റീഫൻ. സോ സ്റ്റീഫനല്ല, എബ്രഹാം ഖുറേഷി. സോ അത് തന്നെയാണ് ആ ഒരു കഥ മൊത്തവും നടക്കുന്നത്. അവർക്കിടയിൽ നടക്കുന്നത്, അതായത് ഈ രാജാക്കന്മാരുടെ ഏറ്റവും മുകളിൽ നിൽക്കുകയാണ് നമ്മുടെ എബ്രഹാം ഖുറേഷി എന്ന് കാണിക്കുന്ന സിനിമയായിരുന്നു എമ്പുരാൻ. സോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അസ്രായേൽ എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്നാണ്. അതായത് ലൂസിഫറിനെ പോലെ ആർക്കും എതിരായിട്ടൊന്നും പോയിട്ടില്ല. ദൈവം പറയുന്നത് കേട്ട് മരിക്കേണ്ടവരുടെ മരണം ഉറപ്പുവരുത്തുക, ഇതായിരുന്നു അസ്രായേലിൻ്റെ ജോലി എന്ന് പറയുന്നത്. അസ്രായേൽ എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം തന്നെ അസ്ര എന്നാൽ ടു അസിസ്റ്റ് എന്നാണ് അർത്ഥം വരുന്നത്. എൽ എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് തന്നെയാണ്. സോ ടു അസിസ്റ്റ് ഗോഡ്, ദൈവത്തിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു ഈ അസ്രായേൽ. സോ ആ ഒരു കോൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ L3 ഫുൾ ഒരു ബ്ലഡ് ഷെഡ് മൂവി ആയിരിക്കാനായിരിക്കും സാധ്യത. കാരണം എന്ന് പറഞ്ഞാൽ മരണം ഉറപ്പാക്കുക, ഇതായിരിക്കും അടുത്ത സിനിമയിലെ കഥ മൊത്തം എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.